നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ അനിഴം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം പറയാം. ആദ്യം നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. സന്തുഷ്ടോ ധർമ്മപരശ്ചണ്ഡ ക്രോധ്യൽപ ബന്ധുരതി തേജാഹ ഗണനാഥോ നൃപതിഷ്ഠ ചക്രോടുനി ജായതേ മഹാബുദ്ധി. അതായത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സന്തുഷ്ടിയും സംതൃപ്തിയും ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുള്ളവരായും ഭവിക്കും. കൂടാതെ ഏറ്റവും ക്രൗര്യവും കോപവും ഉള്ളവരായും ഭവിക്കും എന്നാണ്. കൂടാതെ ബന്ധുക്കൾ കുറഞ്ഞതായും തേജസ്വിയായിട്ടും ഭവിക്കും. സംഘടനകളിലേക്ക് നേതൃസ്ഥാനത്തിലെത്തുകയും രാജപ്രധാനിയായിട്ടും രാജസമ്മതനായിട്ടും ബുദ്ധിമാനായിട്ടും ഭവിക്കും എന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വ്യാഴം 8ഉം 9ഉം ഭാവങ്ങളിലായിട്ടാണ് ഗോചരത്തിൽ സഞ്ചരിക്കുന്നത്. ശനി 5ലാണ്, രാഹു 4ലും കേതു 10ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ മറഞ്ഞും തെളിഞ്ഞും സംഭവിക്കുന്നതാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലകളൊക്കെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നതാണ്. അന്യനാട്ടിലേക്കൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് പഠിപ്പിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതാണ്. വൈകിയാണെങ്കിലും തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ നിന്ന് സ്വീകാര്യത പൊതുവെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി കമ്പനി സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. 4ൽ രാഹുവും 5ൽ ശനിയുമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനഃശക്തിക്ക് കുറവ് വരാം. വീട് വാങ്ങുക, വീട് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. വാഹനം വാങ്ങുക, വാഹനം കൈകാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്പം ദുരൂഹമായി അനുഭവപ്പെട്ടേക്കാം. തന്മൂലം മാനസികമായി വിഷമതകൾ ഉണ്ടാകുന്നതുമാണ്. പ്രേമബന്ധത്തിലൊക്കെ കൂടുതൽ ഐക്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് വിവാഹ തീരുമാനത്തിൽ അല്പം വൈകുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ചിങ്ങം, കന്നി, ധനു, മകരം, മേടം, കർക്കിടകം എന്നീ മാസങ്ങൾ പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുഭഫലങ്ങൾ നൽകുന്ന മാസങ്ങളാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. 2 ഭാഗങ്ങളിലായി തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മൂല നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.